ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ അല്ലു പറഞ്ഞത് കേട്ടില്ലേ? അല്ലു ടാറ്റ പോവാണ് കേട്ടോ. അപ്പൊ അപ്പൂസേട്ടൻ ഞങ്ങളോട് രണ്ടാളോടും റെഡി ആയി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോയിട്ട് റെഡി ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ. ഒന്ന് പുറത്ത് കറങ്ങിയിട്ട് വരാം. എങ്ങനെയല്ലോ കറങ്ങാ? പമ്പര കറങ്ങിന്നാ എങ്ങനെയാണ്? ആ കറക്കാട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം അല്ലേ? അപ്പൊ അല്ലു ഏത് ഡ്രസ്സ് ആയിരുന്നേ? അല്ലു പാപ്പ വാങ്ങിയ ഡ്രസ്സാട്ടോ. അല്ലു അയണൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കാണാം കേട്ടോ. ഇതാണ് അല്ലൂട്ടന്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഞാനും അല്ലൂട്ടനും ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പൂസേട്ടനെ വെയിറ്റ് ചെയ്യാം. അയ്യോ, അല്ലുന്റെ കണ്ണട ഷോക്കി വെക്കുന്നതാട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി പോയിട്ട് വരാം കേട്ടോ. അല്ലാതെ എടുത്ത് കണ്ണിലേക്ക് കൂളിംഗ് ഗ്ലാസ് എടുത്ത് കണ്ണിൽ വെച്ചേ. ഗായ്സ്, അപ്പോൾ ഇതെൻ്റെ പുതിയ ചപ്പലാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇടാൻ പോണത്. എന്ത് വെച്ചാൽ അല്ല പറഞ്ഞു വന്നത് എൻ്റെ ചപ്പലും എൻ്റെ ഡ്രസ്സും ഓൾമോസ്റ്റ് മാച്ചാണ് കേട്ടോ. അപ്പം ഞാൻ ഇട്ടിട്ടെ ഞങ്ങളിതാ ഒരുങ്ങി കെട്ടി അപ്പൂസേട്ടനും വെയിറ്റ് ചെയ്ത് അപ്പൂസേട്ടൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാനും അല്ലോട്ടനും ചാടി കയറി വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ബൈക്കിലാണ് പോകുന്നത്. നമ്മളിതാ അല്ലോട്ടൻ്റെ കൂളിംഗ് ഗ്ലാസ് ഇപ്പോഴേ എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പയ്യെ ഓരോന്നായിട്ട് എൻ്റെ ബാഗിൽ എത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ വലിയ ബാഗ് എടുത്തിട്ടുള്ളത്. കാരണം എല്ലാ ബാഗും കൂടി എല്ലാ സാധനവും കൂടി ഇടാൻ ചെറിയ ബാഗിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഇതിന് മുന്നേ ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കറങ്ങാൻ പോകാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ കറങ്ങി ചുറ്റി വളങ്ങി തിരിഞ്ഞിട്ടൊക്കെ ആട്ടോ പോകുന്നത്. നമ്മൾ SM സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ എവിടേക്ക് പോകുന്നത്. ബീച്ചിലോട്ടാണെന്ന് തോന്നുന്നു ആ പോക്ക് കണ്ടിട്ട്. അതെ, ഓൾമോസ്റ്റ് ബീച്ചിലേക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ എനിക്കത് പൂർണ്ണമായി മനസ്സിലായി. കാരണം ഈ ഗേറ്റ് കടന്നിട്ട് നമ്മൾ ബീച്ചിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സമയത്തൊക്കെ ഞാൻ നല്ല അടിപൊളി പാട്ട് പാടിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ പണ്ടേ ഗായികയാണല്ലോ. അപ്പം നമ്മളിതാ കോഴിക്കോട് ബീച്ചിലോട്ടാണ് വന്നിട്ടുള്ളത്. അല്ലുട്ടൻ 2-3 ദിവസമായി ബീച്ചിൽ പോകണം എന്ന് പറയുന്നത്. എന്തിനാന്ന് വെച്ചാലേ ഉപ്പിലിട്ട മാങ്ങ കഴിക്കാൻ. പക്ഷെ ഉപ്പിലിട്ട മാങ്ങ അല്ലുട്ടന് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ മറ്റേ ഉപ്പ് തേക്കാത്ത ഉപ്പിലിടാത്ത മാങ്ങ മേടിച്ച് കൊടുത്ത് കുട്ടിനെ പറ്റിക്കാൻ കേട്ടോ. അപ്പോൾ അച്ഛനും മോളിതാ ഇവിടെ മാങ്ങ മേടിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ചൂണ്ടിക്കാട്ടുണ്ട്. പക്ഷേ അല്ലുട്ടന് ഉപ്പിലിട്ടത് മേടിച്ചു കൊടുക്കില്ല കേട്ടോ. അപ്പം അപ്പൂസേട്ടൻ മറ്റേ നോർമൽ പീസാക്കി വെച്ചത് മേടിച്ചു കൊടുക്കാം. അല്ലൂട്ടന് എന്താ വേണ്ടത്? അല്ലൂട്ട എന്താ കഴിക്കണേ? മാങ്ങ കഴിക്കാം. ടേസ്റ്റ് ഉണ്ടോ? ഞാൻ കേട്ടോ ഇത്. അല്ലുവിനെ ഉപ്പിലിടാത്ത മാങ്ങയും കൊടുത്ത് പറ്റിച്ചുകൊണ്ട് നടത്തിക്കുന്നുണ്ട് കേട്ടാ. അല്ലൂട്ടൻ്റെ കൂളിംഗ് ഗ്ലാസും ചെരുപ്പുതാ എൻ്റെ ബാഗിലെത്തിയിട്ടുണ്ട് കേട്ടോ. വരുമ്പോൾ മാത്രമേ ഒക്കെ സെറ്റായിട്ട് വരുള്ളൂ. പതിയെ ഓരോന്നായിട്ട് പോയിക്കൊണ്ടിരിക്കൂ. ഇനിയാണ് നമ്മുടെ പ്രധാന പരിപാടിയിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഫുഡ് നമുക്ക് എവിടെ പോയാലും മുഖ്യമല്ലേ. അപ്പോൾ അതാ കാടമുട്ട, കല്ലുമക്കായി, മറ്റേ ഗ്രീൻ പീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങയെല്ലാം നല്ലൊരു മനസ്സിലായതുകൊണ്ട് എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചിലപ്പോൾ ഇവിടെ വെച്ച് നിർത്തും, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഫുഡിൻ്റെ കാര്യമാണ്. അതൊന്നും തികയാഞ്ഞിട്ടല്ല, ഞാൻ വീണ്ടും പോയിട്ട് ഈ കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കൂന്തൽ നിറച്ചത്. അപ്പം അത് ചെറുതാണ് കേട്ടോ. വലുത് നോക്കിയിട്ട് അവിടെ ഇല്ല, ചെറുതാണുള്ളത്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ബാക്കി പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളൊക്കെ അതൊക്കെ ഞാൻ നല്ലോണം വലിച്ചു വാരി കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാം കാലിയായിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ ഗ്രീൻ പീസാണ് ബാലൻസ് തന്നിരിക്കുന്നത്. അത് അല്ലൂസ് അത് ഷോ പോലെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലേക്കുള്ള പാഴ്സൽ. അപ്പം നമ്മളിതാ ഫുഡ് അടിക്കാൻ വേണ്ടി ബീച്ചിൽ വരുന്ന പോലെ. അപ്പം ഞങ്ങൾ മെയിനായിട്ട് ഫുഡ് അടിക്കാൻ തന്നെയാട്ടോ വരാറ്. അത് വേറെ കാര്യം. ഞങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാവരും എല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ആരൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ ചിലവർ കടലിൽ കളിക്കാൻ വേണ്ടി വരും. അങ്ങനെ പല വൈബായിട്ട് വരുന്നവരുണ്ടല്ലോ. ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് കേട്ടോ കളിക്കാത്ത. അല്ലെങ്കിൽ ഞങ്ങളും കളിച്ചിട്ടാണ് പോകാറ്. പിന്നെ എനിക്ക് അല്ലുവിനെ വെള്ളത്തിലിറക്കാൻ എനിക്ക് കുറച്ച് പേടിയാട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അല്ലുട്ടന്
ഒരു ബലൂണും കൂടി വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.